ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ ധീര പോരാളികൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ച് നിത്യജീവൻ ശ്രമിക്കുന്ന കർത്തൃദാസൻ വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗാനങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഇന്നിവിടെ ആലപിക്കുകയാണ്. തുടർന്ന് IPC കുറവലങ്ങാട് സെൻട്രൽ പ്രസിഡന്റ് പാസ്റ്റർ സുനിൽ വേട്ടമല ഈ ക്രിസ്തുവിൻ്റെ ധീര പോരാളികൾ എന്ന വാട്സാപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത് തുടർന്ന് ഗാനങ്ങൾ ഇവിടെ ആലപിക്കുന്നതാണ്. ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രൈസ് വോയിസിന്റെ പ്രമുഖ ഗായകനായിരിക്കുന്ന പാസ്റ്റർ ജോമൻ മാത്യു അവറുകൾ, കരിസ്മ വോയിസിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ സാംകുട്ടി അവറുകൾ എന്നിവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. തുടർന്ന് നിങ്ങളേവരെയും ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ സുനിൽ വേട്ടമല അവരുകളെ ക്ഷണിക്കും. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ രാജ്യം 74ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സൺഡേയിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഉദയം ചെയ്യുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. ക്രിസ്തുവിന്റെ ധീര പോരാളികൾ എന്ന പേരിൽ രൂപം കൊള്ളുന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് പാസ്റ്റർ മാർട്ടിൻ വർഗീസ്, പാസ്റ്റർ ജേക്കബ് വർഗീസ് എന്നിവർക്കാണ്. ആത്മീയ സന്ദേശങ്ങളും ഗാനങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും തുടർന്ന് ഈ ഗ്രൂപ്പുകളിൽ കൂടെ വരും ദിവസങ്ങളിൽ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നതാണ്. പ്രാരംഭ പ്രോഗ്രാം വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ളതാണ്. കർത്താവിൽ പ്രസിദ്ധനായിരുന്ന വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ ഗാനങ്ങളുടെ പശ്ചാത്തലം പറയുന്നതോടൊപ്പം ആ ഗാനങ്ങൾ ഇവിടെ ആലപിക്കുകയും ചെയ്യുന്നു. പ്രൈസ് വോയിസിന്റെ സിംഗറായ പാസ്റ്റർ ജോമോൻ മാത്യു ഈ ഗാനങ്ങൾ പാടുന്നു. പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് കരിസ്മ വോയിസിന്റെ ഡയറക്ടറായ പാസ്റ്റർ സാങ്കുട്ടി ജെയിംസ് ആണ്. ഈ കർത്തൃദാസന്മാർ കൂടി ഒരുക്കപ്പെടുന്ന ആത്മീയ വിരുന്നുകൾക്ക് വേണ്ടി നമുക്ക് ജാഗ്രതയോടെ കാത്തിരിക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ധന്യമായ ഈ സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. തിരുനാമ മഹത്വത്തിനു വേണ്ടി രൂപം കൊള്ളുന്ന ക്രിസ്തുവിന്റെ ധീര പോരാളികൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പ്രാരംഭ പ്രോഗ്രാമിൽ വിനയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഈ ഗ്രൂപ്പ് അനേകർക്ക് ആശ്വാസ സന്തോഷത്തിന് മുഖാന്തരമാക്കി തീർക്കണം. നശിച്ചു പോകുന്ന നിരവധി ആളുകൾ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിൽ ധാരാളം ആളുകളെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഈ ഗ്രൂപ്പിനെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം വ്യൂവേഴ്സ് ലഭിക്കുമാറ് മനോഹരമാകുന്ന പ്രോഗ്രാം ചിട്ടപ്പെടുത്തുവാൻ സംഘാടകരെ, അഡ്മിൻസിനെ അവിടുന്ന് ഒരുക്കണമേ. ഈ സന്ധ്യയിൽ ഞങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് അനുഗ്രഹവും തിരുനാമത്തിന് മഹത്വവുമായി തീരണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ക്രിസ്തുവിന്റെ ധീര പോരാളികൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ോളം ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്ത ഒരു ദൈവഭക്തനായി ആണ് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. പത്തനംതിട്ട ജില്ലയിലെ റാന്നി കീക്കുടൂരിൽ ജനിച്ച് വളർത്തപ്പെട്ട് കേരളമൊട്ടാകെ സുവിശേഷവുമായി ഓടി നടന്ന
ഒരു ദൈവത്തിനായിരുന്നു വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. കേവലം 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂവെങ്കിലും നിരവധി ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്യുവാൻ തന്റെ ദാസനെ ദൈവം ഒരുക്കുവാനിടയായി. മാത്രമല്ല നിരവധി ആത്മാക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി. തന്നെ കേരളത്തിന്റെ കാല ഓർമ്മകളിൽ അന്ന് വിശുദ്ധന്മാരായിട്ട് കണക്കാക്കിയിട്ടിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. സാധു കൊച്ചുകുഞ്ഞ് ഉദ്ദേശിയെ നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള നിരവധി ഉദ്ദേശിമാരാൽ ഉടുതുമറിക്കപ്പെട്ട വളക്കൂറുള്ള ഒരു മണ്ണ് ക്രൈസ്തവ കൈരളിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ദൈവത്തിന് മഹത്വം. ആ കർത്തൃദാസന്മാരുടെ ജീവിതവും അവരുടെ ശുശ്രൂഷയും സാമ്യം വളരെയേറെ ഉള്ളതായിരുന്നു. അവരുടെ പ്രസംഗവും അവരുടെ ജീവിതവും ഒരുപോലെ തന്നെയായിരുന്നു. അവരിൽ അധികം ആളുകളും 3 നേരം ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ല. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഉദ്ദേശിമാർ ഉണ്ടായിരുന്നു. 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഉദ്ദേശിമാർ ഉണ്ടായിരുന്നു. അങ്ങനെ ലളിത ജീവിതത്തിന്റെ വക്താക്കളായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നുകൊണ്ട് അവർ സഞ്ചരിക്കുവാനിടയായി. വേട്ടമല ഫിലിപ്പോസ് ഉദ്ദേശി 1985 സെപ്റ്റംബർ 25 താൻ പ്രിയം വെച്ച നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. ആദ്യകാലത്ത് താൻ രചിച്ച ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണെന്ന് അധികം ആളുകൾക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഗാനങ്ങൾ ഏറെ രചിച്ചിരുന്നുവെങ്കിലും ഇതുപോലെ ഓഡിയോ സൗകര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. എങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പശ്ചാത്തലം വിശദീകരിക്കുന്ന ഒരു ജീവിക്കുന്ന ശബ്ദം ഇന്ന് ഉണ്ട്. അതിന് മുഖാന്തരമായി തീർന്ന ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് TC ചെറിയാൻ അവരുകളെ സന്തോഷത്തോടെ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹത്വം. താൻ ഫിലിപ്പോസ് ഉപദേശി പ്രസംഗിച്ച അനേക യോഗങ്ങളും ബിഷപ്പ് TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അന്ന് തന്റെ പിൻപിലിരുന്ന് ഫിലിപ്പോസ് ഉപദേശിയുടെ പ്രസംഗങ്ങൾ താൻ ടേപ്പ് ചെയ്യുമായിരുന്നു. ഫിലിപ്പോസ് ഉപദേശി മരിച്ച വർഷം ബിഷപ്പ് TC ചെറിയാൻ വേട്ടമല ഗാനങ്ങൾ എന്ന പേരിൽ 12 പാട്ടുകളും ആ ഗാനങ്ങളുടെ രചനാ പശ്ചാത്തലവും പ്രസിദ്ധീകരിച്ചത് ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. വേട്ടമല കുടുംബയോഗം അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ തന്റെ 100ഓളം ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ടുപുസ്തകം പ്രസിദ്ധീകരിക്കുവാനിടയായി. 60ഓളം ഗാനങ്ങൾ ഉൾപ്പെടുന്ന 4 CD-കളും പ്രസിദ്ധീകരിക്കുവാൻ ഇടയായി. ബഹുമാനപ്പെട്ട അന്നത്തെ IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസിന്റെ സാന്നിധ്യത്തിൽ ബിഷപ്പ് TC ചെറിയാൻ അത് പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുവാൻ ഇടയായി. കർത്താവിന്റെ ദാസന്റെ ആത്മാവ് നിത്യതൽക്കപ്പുറത്തേക്ക് കടന്നുപോയെങ്കിലും തന്റെ ഗാനങ്ങൾ ഇന്നും ആത്മീയ ചൈതന്യം സ്ഫുരിക്കുന്നവയായി ദൈവമക്കൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധിയെ തിരിച്ച് നാം ഒരുങ്ങി നിൽക്കേണ്ട ഗാനം ആദ്യമായി പാടിയത് കുമ്പനാട് കൺവെൻഷനിൽ വെച്ചായിരുന്നു. അന്ന് കർത്താവിൽ പ്രസിദ്ധനാകുന്ന പാസ്റ്റർ K. എബ്രഹാം ആ ഗാനത്തിന് ഒരു തിരുത്തു പറയുകയുണ്ടായി. വിശുദ്ധന്മാരായി നാം ഒരുങ്ങി നിൽക്കാം എന്ന് പാടുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ പ്രസാധകർ പഴയ രീതിയിൽ തന്നെ എഴുതി ആ പാട്ട് പഴയ നിലയിൽ തന്നെ നിലനിർത്തുവാൻ ഇടയായി. ഇന്ന് അദ്ദേഹത്തിന്റെ ഗാനത്തിന്റെ രചനാ പശ്ചാത്തലവും ഗാനങ്ങളും കേൾക്കുവാൻ നമുക്ക് അവസരമുണ്ടാകട്ടെ. ഈ ഗാനോപഹാരം ശ്രോതാക്കൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സവിനയം ഈ ഉപഹാരം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കീഴ്ക്കൂഴൂരിലായിരുന്നു വേട്ടമല ഫിലിപ്പോസ് സ്വദേശി പാർത്തത്. അക്കാലത്ത് പൊതുവെ കേരളത്തിൽ വളരെ പട്ടിണി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വിദേശിമാർ പ്രതിഫലിച്ച കൂടാതെ ശുശ്രൂഷ ചെയ്തു വന്നിരുന്നു. അവരിൽ അധികം ആളുകളുടെ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നു. ഫിലിപ്പോസ് സ്വദേശി നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു. തന്റെ വീടിന്റെ സമീപത്തുള്ള കുറെ സ്ഥലം പാട്ടത്തിനെടുത്ത് മരച്ചീനി 200 മൂട് കൊല്ലയും അഥവാ പച്ചമുളക് ചെടിയും അദ്ദേഹം കൃഷി ചെയ്തെടുത്തു. ആ പച്ചമുളക് ചെടികളിൽ മുളക് സമൃദ്ധമായി വിളയുവാനിടയായി. പതിപോലെ ഫിലിപ്പോസ് സ്വദേശി വ്യാഴാഴ്ച സുവിശേഷ പ്രസംഗങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. ദിവസങ്ങളോളം കഴിഞ്ഞ് മടങ്ങിയെത്തി. അദ്ദേഹം
അന്നും രാവിലെ ഈ പച്ചക്കറി തോട്ടത്തിൽ വന്ന പച്ചമുളക് ചെടിയെല്ലാം കാണുവാനിടയായി. വിളഞ്ഞ് നിൽക്കുന്ന പച്ചമുളക് കണ്ട് സന്തോഷിച്ചു. ഞായറാഴ്ച സന്ധ്യയ്ക്ക് മടങ്ങി വരും. തിങ്കളാഴ്ച റാന്നിയിൽ ചന്തയുണ്ട്. ഈ പച്ചമുളക് റാന്നിയിൽ കൊണ്ട് വിറ്റ് അതിന്റെ പൈസ വാങ്ങി വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങണമെന്ന് താൻ ആഗ്രഹിച്ച് സന്തോഷത്തോടുകൂടെ കടന്നുപോയി. എന്നാൽ അതിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഫിലിപ്പോസ് സ്വദേശിയുടെ മൂത്ത മകൾ പുരയിടത്തിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച 2 കള്ളന്മാർ പച്ചമുളകളെല്ലാം ചാക്കിൽ ശേഖരിക്കുന്നതാണ്. മകൾ ഓടിക്കുന്ന അച്ചാച്ചന്മാരെ, ദയവായിട്ട് ഇത് കൊണ്ടുപോകരുതേ, ഞങ്ങളുടെ അപ്പച്ചൻ ഉപദേശിയാണെന്ന് അറിയാമല്ലോ. ഞായറാഴ്ച സന്ധ്യയ്ക്ക് മടങ്ങി വന്ന് തിങ്കളാഴ്ച ചന്തയിൽ കൊടുത്ത് വീട്ടിലേക്കുള്ള അരിസാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. കള്ളന്മാർ എന്ന് പറഞ്ഞാൽ അടുത്ത് അധികം അകലെ താമസിക്കുന്നവരല്ല. അവർ പറഞ്ഞു, നിന്റെ പറമ്പിൽ ഞങ്ങൾ കയറിയില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഓടിച്ചു വിട്ടു. പച്ചമുളക് മുഴുവൻ അവർ പറിച്ച് കൊണ്ടുപോയി. പിറ്റേ ദിവസം പുരയിടത്തിലേക്ക് ചെന്ന വീട്ടുകാർ ഫിലിപ്പോസ് സ്വദേശിയുടെ ഭാര്യയെ കാണുന്നത് മുഴുവൻ 200 മൂട് പച്ചമുളക് ചെടികളും 400 മൂട് മരച്ചീനകളും വളർന്ന ഭാഗമായിട്ടില്ല, പിഴുത് പറമ്പിന്റെ പല കോണുകളിൽ ഇട്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പരാതി പോയാൽ തെളിവില്ലാതാക്കാൻ വേണ്ടി ചെയ്തതാകാം. ഞായറാഴ്ച ഫിലിപ്പോസ് സ്വദേശം വന്നപ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്ന ഭാര്യയും മക്കളെയുമാണ് കണ്ടത്. എത്ര പട്ടിണി ഉണ്ടായാലും ക്രിസ്തീയ പ്രത്യാശയും ക്രിസ്തീയ സന്തോഷവും കൈവിടാതിരിക്കുന്ന ഭാര്യയും മക്കളും എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നോർത്ത് താൻ വ്യാകുലപ്പെട്ടു. കാര്യം ചോദിച്ചപ്പോൾ അമ്മച്ചി അദ്ദേഹത്തെ പുരയിടത്തിലേക്ക് കൊണ്ടുപോയി. അക്ഷരാർത്ഥത്തിൽ ഫിലിപ്പോസ് സ്വദേശി ഞെട്ടിപ്പോയി. താൻ തനിയെ അനേക ദിവസങ്ങൾ കൊണ്ട് പച്ചമുളക് ചെടികളും അവിടെ കൂടോടെ പിഴുതെടുത്ത് പറമ്പിന്റെ പല സ്ഥലത്തായിട്ട് കരിഞ്ഞുണങ്ങി കിടക്കുന്ന കരളിലിരിക്കുന്ന കാഴ്ച കണ്ട് താൻ വളരെ ഖിന്നനായിരുന്നു. അമ്മച്ചി ഈ കാഴ്ചയിൽ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മച്ചിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. ആ വാക്കുകൾ ഒരു ഗാനമായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ഭാര്യയോട് ചോദിച്ചതാണ്, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലില്ലെന്നുള്ളൂ. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും കൂട്ടുകാരിൽ പരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ നടത്തുന്ന ഒരു ദൈവമില്ല എന്ന് അദ്ദേഹം ഭാര്യയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് മഹത്വം. അവസാനം മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, നിന്നിൽ ആശ്രയിച്ച് ഭാര്യയിൽ വേല ചെയ്യിച്ച എന്ന് അദ്ദേഹം പാടിയപ്പോൾ തന്റെ ഭാര്യയും ചേർന്ന് പാടുവാനിടയായി. ആ ഗാനം പാസ്റ്റർ ജോമോൻ മാത്യു നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മഹൽഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം
മഹക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ പരിഹാസം ചൊല്ലി ശത്രു നേർത്തു വരുമ്പോ പരിഹാസം ചൊല്ലി ശത്രു നേർത്തു വരുമ്പോ ആമേൻ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ആമേൻ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലം പേറുന്ന യേശു പോരായോ നല്ല പെറ്റമ്മയിലം പേറുന്ന യേശു പോരായോ നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ അതിരാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ അതിരാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ ദൈവത്തിന്റെ ഒരു അനുഗ്രഹീത ദാസനായിരുന്നു കുഞ്ഞമണ്ണിൽ മാമുദേശി. അദ്ദേഹം കേരളത്തിൽ നടത്തിയിരുന്ന കൺവെൻഷനുകൾ ആയിരങ്ങളെ ആകർഷിച്ചിരുന്നു. വളരെ വർഷങ്ങൾക്കപ്പുറം റാന്നിയിലെ പുതിമൂട്ടിൽ കുഞ്ഞമണ്ണിൽ മാമുദേശി 3 ദിവസത്തെ സുവിശേഷ യോഗം നടത്തി. പുതിമൂട് LP സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ആ യോഗങ്ങൾ നടന്നിരുന്നത്. ധാരാളം ആളുകൾ ആ യോഗം കേൾക്കുവാൻ വന്നിരുന്നു. അവസാന ദിവസം ഫിലിപ്പോസ് സ്വദേശിയും ആ യോഗത്തിന് എത്തിയിരുന്നു. ഫിലിപ്പോസ് സ്വദേശി ഈ 2 കർത്തൃദാസന്മാർ പരസ്പരം കേട്ടിട്ടുണ്ട് എങ്കിലും പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരിക്കാൻ മറ്റു സ്ഥലം കാണാനതിനാൽ ഫിലിപ്പോസ് സ്വദേശി ഗ്രൗണ്ടിൽ ഏറ്റവും മുൻപിൽ കുഞ്ഞമണ്ണിൽ മാമുദേശിയുടെ മുഖം കണ്ടുകൊണ്ട് ദൈവവചനം കേൾക്കുവാൻ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇരുന്നു. അന്നും 3-ാം ദിവസവും അതിശക്തമായി കർത്തൃദാസൻ ദൈവവചനം പ്രഘോഷിച്ചു. അവസാനമായിട്ട് ഈ യോഗങ്ങൾ കൂടി അനുഗ്രഹം പ്രാപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് വന്ന് സാക്ഷ്യം പ്രസ്താവിക്കാം എന്ന് പറഞ്ഞു. വളരെ ജനക്കൂട്ടമുണ്ടായിരുന്നവർ ആരും ആദ്യം എഴുന്നേൽക്കാൻ തയ്യാറായില്ല. അദ്ദേഹം നോക്കിയപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു വലിയ മനുഷ്യൻ ഇരിക്കുന്നു. ശുഭ്രവസ്ത്രധാരിയായിട്ട് തോളിൽ കാവി ഷാള് വിട്ടിരിക്കുന്ന മനുഷ്യനെ ഒറ്റ നോട്ടത്തിൽ തന്നെ കുഞ്ഞമണ്ണിൽ മാമുദേശിക്ക് ഇഷ്ടമായി. അദ്ദേഹം ആ ഇരിക്കുന്ന ആളോട് ചോദിച്ചു, സഹോദര, താങ്കൾക്ക് സാക്ഷ്യം വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ മുൻപോട്ട് വന്ന് പറയാം എന്ന് പറഞ്ഞു. നന്നായി കറുത്ത ഒരാളായിരുന്നു അവിടെ ഇരുന്നത്. അത് വേട്ടമല ഫിലിപ്പോസ് സ്വദേശിയായിരുന്നു. സാക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മുൻപോട്ട് വന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് സ്വദേശി ആഗമാനം നോക്കിയിട്ട് കുഞ്ഞമണ്ണിൽ മാമുദേശി തമാശയായി പറഞ്ഞു, ക്രൂശിന് തന്റെ തൊക്കും പുള്ളിപ്പുള്ളിക്ക് തന്റെ പുള്ളിയും മാറ്റാമോ എന്ന് പറയാനിടയായി. മാമുദേശിയുടെ തമാശ കേട്ട് ജനക്കൂട്ടം ആർത്ത് ചിരിച്ചു.
അത് ബൈബിളിലൊരു വാക്യം തന്നെയായിരുന്നു. തമാശയായിട്ട് ജനത്തെ ചിരിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോൾ ഫിലിപ്പോസ് സുവിശേഷി എഴുന്നേറ്റ് പറഞ്ഞു, സാക്ഷ്യം പറയണമുണ്ട് എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് സുവിശേഷി ഗ്രൗണ്ടിൽ വന്ന് വേദിയിൽ വന്ന് നിന്നിട്ട് വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ ഉദ്ധരിച്ചു. അവൻ യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് യേശുവിനോട് സദൃശ്യന്മാരാൽ കർത്താവിന്റെ പുനരാഗമന വേളയിൽ കർത്താവായ യേശുവിനെ കണ്ടുകൊണ്ട് കാണുന്ന വിശുദ്ധന്മാർ അവരുടെ രൂപം മാറി, അവരുടെ ഭാവം മാറി, യേശുവിനെ പോലെ ആയിത്തീരുന്നുള്ള ആത്മീയ സത്യം ആ വാക്യം വിളിച്ചു ഓതുന്നല്ലോ. അത് പറഞ്ഞിട്ട് അദ്ദേഹം പാടുകയായിരുന്നു, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയും കാന്തിയാലും ഇരുൾ നിറം മാറിയിടുമേ, രാജരാജൻ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും എന്ന ഗാനം നേരത്തെ എഴുതിയ ഗാനമല്ലായിരുന്നു. പുതുമുട്ടിലെ LP സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു കൊച്ചു ഗാനം പിറന്ന് വീഴുകയായിരുന്നു. ഫിലിപ്പോസ് സ്വദേശി നിമിഷ കവിയാണെന്ന് മാമനുദേശി കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് മാമനുദേശി മുൻപിൽ വന്ന് ഫിലിപ്പോസ് സ്വദേശിയുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഇത് ഫിലിപ്പോസ് സ്വദേശിയാണ് എന്ന് ബോധ്യപ്പെട്ടു. ഓടി വന്ന് ഫിലിപ്പോസ് സ്വദേശിയോട് പറഞ്ഞു, ദൈവദാസനെ, യേശു പ്രത്യക്ഷനാകുമ്പോൾ അങ്ങയുടെ നിറം മാത്രമല്ല എന്റെ നിറവും മാറും എന്ന് പറയാനിടയായി. പിന്നീട് അവർ ഇരുവരും നല്ല സ്നേഹിതരായിട്ട് തുടരുവാൻ ഇടയായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടും എന്ന ഗാനത്തിന്റെ രചനാ പശ്ചാത്തലം ഇങ്ങനെയുള്ള പുതുമൂട് LP സ്കൂൾ ഗ്രൗണ്ടിലെ സുവിശേഷ യോഗത്തിന്റെ വേദിയായിരുന്നു. ഈ ഗാനം നമുക്ക് വേണ്ടി ഇപ്പോൾ പാസ്റ്റർ ജോമൻ മാത്യു ആലപിക്കുന്നതാണ്. സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ, എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരുന്ന താമസമെന്നിയെ മേഘത്തിൽ വരുന്ന കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമയ കാന്തയാമെന്നെ ജയമയ എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ, എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ, ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷമിഹത്തിലും നിന്നേക്കാം സ്വർഗീയ സന്തോഷമിഹത്തിലും നിന്നേക്കാം എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായ തേജസ്സിൽ വെളിപ്പെടുമേ, എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായ തേജസ്സിൽ വെളിപ്പെടുമേ.
എന്നിരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയ എന്നിരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിഭൈ ധരിപ്പിച്ചിട്ടെന്നെ തൻ രാജരാജ പ്രതിഭൈ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരുന്ന താമസമെന്നിയെ മേഘത്തിൽ വരുന്ന കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി. കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. വളരെ വർഷങ്ങൾക്കപ്പുറത്ത് വേട്ടമല ഫിലിപ്പോസ് സ്വദേശി പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴി ഒരു സുവിശേഷ യോഗത്തിന് വേണ്ടി പോവുകയായിരുന്നു. അന്ന് വലിയ മഴയുണ്ടായി. അച്ഛൻ കോവിലാറ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ഇന്ന് അവിടെ പാലമുണ്ട്, അന്ന് പാലമില്ലായിരുന്നു. ഇരുകരയിലുള്ള വൃക്ഷങ്ങളെല്ലാം പിഴുതെടുത്ത് സംഹാരരുദ്രനെ പോലെ ചുവന്ന നിറത്തിൽ പുഴ ശക്തമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വള്ളക്കടവിൽ 100ഓളം ആളുകൾ വള്ളം കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തോണി കരയ്ക്കണഞ്ഞു. വിദേശി വേഷവിധാനങ്ങൾ കൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന വേഷവിധാനമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. വെള്ള ഷർട്ട് മുണ്ടും തോളിൽ കൂടെ കാവ്യ നിറമുള്ള ഷാളും അദ്ദേഹത്തിന്റെ വേഷമായിരുന്നു. ദേവദാസൻ അവിടെ എത്തിയതും തോണിയിൽ കയറാൻ കൂടിയ ആളുകൾ ഫിലിപ്പോസ് സ്വദേശിയെ കൂടെ വള്ളത്തിൽ കയറാൻ അനുവദിച്ചു. 50ഓളം ആളുകൾ വള്ളത്തിൽ കയറി. വള്ളം പതിയെ മുൻപോട്ട് നീങ്ങി. ഉപദേശിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ 20ഓ 22ഓ വയസ്സുള്ള ഒരു യുവാവാണ് തോണി നീങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, മോനെ, നീ മാത്രം മതിയോ ഈ വള്ളം അക്കരെ എത്തിക്കാൻ? ആ ചോദ്യം വള്ളക്കാരനെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഉപദേശി അവിടെ ഇരിക്കണം, ഉപദേശിമാർ പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ വള്ളത്തിലെ കാര്യം നോക്കിക്കൊള്ളാം. ഉപദേശി അങ്ങനെ ചോദിക്കാൻ കാരണം കുറെ താഴെയായിട്ട് എന്ത് കിട്ടിയാൽ കറക്കി താഴ്ത്തുന്ന ഒരു ചുഴി ഉണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വള്ളം അവിടെ മറിഞ്ഞ് 13 പേർ മരിച്ച സംഭവം ഉപദേശിക്ക് അറിയാമായിരുന്നതിനാലാണ് വള്ളക്കാരനോട് താങ്കൾ മാത്രം മതിയോ ഈ വള്ളം അക്കരെ എത്തിക്കാൻ എന്ന് ചോദിച്ചത്. എന്തായാലും ഉപദേശിയെ ആ യുവാവ് അവിടെ ഇരുത്തി വള്ളം മുൻപോട്ട് 50ഓളം ആളുകളുമായി മുൻപോട്ട് നീങ്ങി. നദിയുടെ മധ്യത്തിലെത്തിയതും വള്ളത്തിന്റെ കൺട്രോൾ വള്ളക്കാരന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അക്കരയ്ക്ക് പോകേണ്ട വള്ളത്തിന്റെ മുൻഭാഗം നേരെ തിരിഞ്ഞ് താഴേക്കായി. 100 മൈൽ സ്പീഡിൽ വലിയ ഇറക്കത്തൂടെ ബ്രേക്ക് തകർന്ന് ഒഴുകി പോകുന്നൊരു വാഹനം എന്ന പോലെ വള്ളം അപകട ചുഴിയിലേക്ക് കുതിക്കുകയാണ്. വള്ളത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണത്തെ മുഖാമുഖം കണ്ടു. വള്ളത്തിൽ കൂട്ട നിലവിളിയായി. വള്ളക്കാരൻ ഉൾപ്പെടെ ഇപ്പോൾ നിലവിളിക്കുകയാണ്. ആർക്കും രക്ഷയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഉപദേശി കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കി. താൻ വിചാരിച്ചു, ഈ വള്ളം മറിഞ്ഞ് താൻ മരിച്ചുപോയാൽ അക്കരെ നാട്ടിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. അല്ല, ഏതെങ്കിലും കാരണത്താൽ ഈ വള്ളത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടാൽ അക്കരെ സുവിശേഷ പ്രസംഗത്തിൽ കാത്തിരിക്കുന്ന ജനത്തോടൊന്നിച്ച് ദൈവത്തെ ആരാധിക്കാമല്ലോ എന്ന് തന്റെ മനസ്സിലേക്ക് ചിന്തയോടെത്തി. അങ്ങനെ അദ്ദേഹം ആ വള്ളത്തിൽ അപകട ചുഴിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന വള്ളത്തിലിരുന്നു കൊണ്ട് പ്രത്യാശയോടെ പാടിയ ഗാനമാണ്, ലൈനുകളാണ്. ഈ വാഴുതിയും വൻതിരയും തളലേറ്റ് ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ ബൂട്ടിലുണ്ടല്ലോ. ഇനി ഏതെങ്കിലും പാട്ടുപുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വരുമെന്നോ ആരെങ്കിലും പാടുമെന്നോ വിചാരിച്ച താൻ പാടിയതല്ല. പാടി നിത്യത്തിലേക്ക് പോകാൻ വേണ്ടി തന്റെ ആശ്വാസത്തിന് വേണ്ടി താൻ പാടിയ ലൈനുകളാണ്. താൻ മരിക്കാൻ പോവുകയാണെന്ന് ഓർത്ത് പാടിയതാണ്.
ഇന്നലെക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്ക് എത്ര ആനന്ദം. അതപ്പോൾ വചനം തന്നെ ഉള്ളിലേക്ക് ഓടിയെത്തി. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നദി നിന്റെ മീതെ കവിയുവാൻ ഞാൻ സമ്മതിക്കയില്ല എന്ന വചനം തന്നെ ധൈര്യപ്പെടുത്തി. വള്ളക്കരയിൽ ലോറിക്കാറുണ്ടായിരുന്നു. ആ ലോറിയിൽ വലിയ വടം ഉണ്ടായിരുന്നു, വടക്കയർ. ലോറിയിലുണ്ടായ ചില ആളുകൾ വടത്തിന്റെ അഗ്രത്തിൽ വൃക്ഷത്തിന്റെ ചില്ല കിട്ടി വള്ളത്തിലേക്ക് വലിച്ചത്. പലതവണ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ വള്ളത്തിൽ ഇരുന്ന ആളുടെ കൈവശം വടത്തിൽ പിടിക്കാൻ കഴിഞ്ഞു. വള്ളത്തിന്റെ ഒരു ഭാഗത്ത് ഉടക്കി കരയ്ക്കുന്ന നിരവധി ആളുകൾ പിടിച്ചു വലിച്ച് അപകട ചുഴിയിൽ കിടന്ന കറങ്ങിയ വള്ളത്തെ കരയ്ക്കെത്തിക്കാൻ ഇടയായി. അതിനെക്കുറിച്ച് ഫിലിപ്പോസ് ഉദ്ദേശിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ള വസ്ത്രധാരിയായിട്ട് വള്ളത്തിൽ കയറി താൻ ചുവന്ന വസ്ത്രധാരിയായിട്ട് പുറത്തിറങ്ങിയെന്നാണ്. ചേറുവെള്ളം വസ്ത്രത്തിൽ വീണിട്ടുണ്ടാകണം. കരയ്ക്കിറങ്ങി ദൈവം വിടുവിച്ചല്ലോ എന്നോർത്ത് അദ്ദേഹം പാടിയതാണ് വാഴി ഞാൻ രക്ഷിതാവിന് കൂടിയപ്പോൾ. വീട്ടിൽ വന്ന് ആ ഗാനം എഡിറ്റ് ചെയ്തപ്പോൾ അവസാനം പാടിയ ലൈനുകൾ ആദ്യത്തെ ലൈനുകളായിട്ട് ദൈവാത്മ നിയോഗത്താൽ താൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു. വാഴി ഞാൻ രക്ഷിതാവിന് കൂടെയപ്പോഴും എന്ന പ്രസിദ്ധമാകുന്ന ഗാനം കുമ്പഴയാറ്റിൽ ജനിച്ചു വീണ ഗാനമാണ്. മന്ദിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ കൊട്ടിലുണ്ടല്ലോ. മന്ദിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ കൊട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പ്രിയന്മാരിൽ നിന്നിടും തള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടും നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയന്മാരിൽ നിന്നിടും തള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടും നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം അതീരാരംഭം, ക്ഷാമം ഭൂകമ്പം അതീരാരംഭം. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലെക്കാളിന്നു ഞാൻ നാടിനോ ഏറ്റമടുത്തായതെനിക്ക് എത്രയാനന്ദം. ഇന്നലെക്കാളിന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റമടുത്തായതെനിക്ക് എത്രയാനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ
എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ എന്റെ രക്ഷിതാവിനോടെ എപ്പോഴും കൃപയിലാശ്രയിക്കും എല്ലാ നാളും ഞാൻ. രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ദുഷ്ടലോകെ കഷ്ടതകൾ എത്രയേൽക്കണം. രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ദുഷ്ടലോകെ കഷ്ടതകൾ എത്രയേൽക്കണം. നിന്നെ കാണുമ്പോ എൻ ദുഃഖം തീർന്നുപോ. നിന്നെ കാണുമ്പോ എൻ ദുഃഖം തീർന്നുപോ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനോടെ എപ്പോഴും കൃപയിലാശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനോടെ എപ്പോഴും കൃപയിലാശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എന്റെ പ്രിയനാ. പാടും ഞാനെന്നും എന്റെ പ്രിയനാ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനോടെ എപ്പോഴും കൃപയിലാശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിനോടെ എപ്പോഴും കൃപയിലാശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഒരു സെക്കൻഡിൽ 6 പേരും, ഒരു മിനിറ്റിൽ 360 പേരും, ഒരു മണിക്കൂറിൽ 21,640 പേരും, ഒരു ദിവസം 5,18,400 പേരും ഈ ലോകം വിട്ട് കടന്നു പോവുകയാണ്. ആത്മഹത്യ, കൊലപാതകം, അപകട മരണം, സ്വാഭാവിക മരണം എന്നീ 4 വിധ മരണങ്ങളിൽ ഒന്ന് നമുക്കെല്ലാം ഉറപ്പാണ്. ഇതിൽ 4-മത്തേത് മാത്രമേ ദൈവമേ എനിക്ക് നൽകാവൂ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മരണത്തെ ഒഴിവാക്കുവാൻ നമുക്കാർക്കും കഴിയുകയില്ലല്ലോ. മരണം നിശ്ചയമാണ്. എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. വൈവിധ്യമാർന്ന നിലകളിൽ മരണം മനുഷ്യരെ കടന്നു പിടിക്കുന്നു. 1991 മെയ് മാസം 15-ാം തീയതി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഒരു മരണം നടക്കുവാനിടയായി. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന ബാബു ചാഴിക്കാടിനും അന്ന് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന രമേശ് ചെന്നിത്തലയും ആർപ്പൂക്കരയിൽ നിന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വാര്യമുട്ടം വഴി മാന്നാനത്തേക്ക് ഒരു തുറന്ന ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു മിന്നൽ പിണർ താഴേക്കിറങ്ങി വരികയും അന്ന് ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന ബാബു ചാഴിക്കാട് ജീവനറ്റ ചേതനയറ്റ നിലയിൽ വാഹനത്തിൽ വീഴുവാനിടയായി. 1 ഇഞ്ച് അകലത്തിൽ മാത്രം നിന്നിരുന്ന രമേശ് ചെന്നിത്തല ഇന്നും ജീവിക്കുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ജീവിക്കുന്നു. കടന്നുപോയവരൊക്കെ നമ്മളെക്കാൾ മോശക്കാരായിട്ട് കടന്നുപോയെന്ന് ആരും ചിന്തിക്കരുത്. ജീവിച്ചിരിക്കുന്നവരൊക്കെ നല്ലവരായിട്ട് ജീവിച്ചിരിക്കുകയാണ് എന്നും ചിന്തിക്കരുത്. നമുക്കെല്ലാം ദൈവം അവസരം നീട്ടി നൽകിയിരിക്കുകയാണ്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു നല്ല ജീവിതം നയിച്ച് ആത്മാവിനെ നേടാനായിട്ട് ഒരു അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരു സെക്കൻഡിന് മാത്രം വ്യത്യാസത്തിൽ മരണത്തിൽ രക്ഷപ്പെട്ട നിരവധി ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. എപ്പോഴാണ് എന്റെ സഹോദര മൃത്യു വരുന്നത്, ഓർക്കാകിൽ എന്ത് കഷ്ടമേ എന്നുള്ള വേട്ടമല ഫിലിപ്പോസ് സ്വദേശിയുടെ ഗാനം തുടർന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്ന തോർക്കായില്ലെന്തു കഷ്ടമേ.
എപ്പോഴാണെന്റെ സോദര മൃത്യു വരും തോൽക്കായില്ലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരും തോൽക്കായില്ലെന്തു കഷ്ടമേ. ദൂരതയല്ല മരണം എന്നാർക്കറിയാൻ ലേശം ഇല്ല സമയങ്ങൾ. ദൂരതയല്ല മരണം എന്നാർക്കറിയാൻ ലേശം ഇല്ല സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, ധീരെ സാധുക്കളും ഈ ലോകം പിടിഞ്ഞു പോകും. ധീരെ സാധുക്കളും ഈ ലോകം പിടിഞ്ഞു പോകും. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. കൈവച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കൈ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൻ മലകളിലോ റോഡിൽ വഴികളിലോ, കാട്ടിൻ മലകളിലോ റോഡിൽ വഴികളിലോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ, കൂട്ടുകാർ യാത്രകൾ ചെയ്യുമ്പോഴും എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. പള്ളത്തിൽ യാത്രയിൽ വച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. പള്ളത്തിൽ യാത്രയിൽ വച്ചോ അയ്യോ സോദര പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിൽ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലും, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലും, കള്ളക്കേസിനു പോകും കച്ചേരി. എപ്പോഴാണെന്റെ സോദര വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ.
മനുഷ്യർ സാധാരണയായിട്ട് വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, തമോഗർത്തങ്ങളെക്കുറിച്ച്, നക്ഷത്രവ്യൂഹങ്ങളെക്കുറിച്ച്, ഗാലക്സികളെക്കുറിച്ച് ഒക്കെ മനുഷ്യർ ചിന്തിക്കുമെങ്കിലും പലപ്പോഴും തന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മനുഷ്യൻ മറന്നു പോവുകയാണ്. താൻ ആരാണ്, താൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നെന്ന് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നില്ല. എവിടേക്കാ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. ദാ ഇവിടെ വരെയെന്നോ, അടുത്ത ജംഗ്ഷൻ വരെയെന്നോ, അടുത്ത ടൗൺ വരെയെന്നോ ഒക്കെ നമ്മൾ മറുപടി പറഞ്ഞേക്കാം. എവിടേക്കാ എന്നോ, എങ്ങോട്ടാ എന്നോ ഒരു ചോദ്യം ഇന്ന് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. വാസ്തവത്തിൽ ദൈവം പലരെ കൊണ്ട് നമ്മോട് ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് യാത്ര, ജീവിതം എങ്ങോട്ടാണ് എന്നാണ്. മനുഷ്യൻ നിരന്തരം യാത്രക്കാരനാണ്. മനുഷ്യൻ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു ശൂന്യാകാശ കപ്പലാണ് ഭൂമി. വീട്ടിലെങ്ങും പോകാതെ വീട്ടിലേക്ക് ആൾ പോലും നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടേക്കോ പോവുകയാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അത്രയെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ നിത്യജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും അത്രേ. ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ മനുഷ്യൻ നടന്നു പോയേ മതിയാകും. നമ്മുടെ അന്തം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവവിശ്വാസമില്ലാത്ത ഒരു പിതാവിനും ദൈവവിശ്വാസം ഉള്ള ഒരു മാതാവിനും ഒരു മകളുണ്ട്, ഏക മകൾ. കഷ്ടം, അവൾ കൗമാരത്തിലെത്തിയപ്പോൾ കടുത്ത രോഗം ബാധിച്ച് മരണാസന്നയായി. മരണത്തിലേക്ക് അവൾ നീങ്ങുന്ന സമയത്ത് മാതാപിതാക്കൾ അടുത്തിരിക്കാൻ ഡോക്ടർമാർ അഭ്യർത്ഥിച്ചു. രണ്ടുപേരും അവളോട് ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ മുഖത്തേക്ക് ഈ പെൺകുട്ടി നോക്കി. പെൺകുട്ടിക്ക് നിത്യജീവനെ കുറിച്ചും യേശുക്രിസ്തു മൂലം ലഭിക്കുന്ന പാപക്ഷമയെ കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും അമ്മ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അവരോട് പറഞ്ഞു, മോളെ സന്തോഷത്തോടെ മോള് പൊയ്ക്കുള്ളൂ, പിന്നാലെ അമ്മയും വന്നോളാം. കർത്താവ് യേശു മോൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവൾ നിത്യത്തിലേക്ക് കടന്നു പോകുന്നു എങ്കിലും അവൾ അമ്മയുടെ പ്രസാദമുള്ള പ്രത്യാശയുടെ മുഖമാണ് കണ്ടത്. എന്നാൽ അപ്പൻ ആകട്ടെ നിരാശയോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമില്ല. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. മകൾ പിതാവിനോട് ചോദിച്ചു, പപ്പ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ഞാൻ മരിക്കാൻ ഇനി ഒരുപക്ഷെ മിനിറ്റുകളോ നിമിഷങ്ങളോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പന്റെ ദൈവമില്ലായ്മ നിരീശ്വര വിശ്വാസത്തോടു കൂടിയാണോ, അമ്മയുടെ ദൈവവിശ്വാസത്തോടു കൂടിയാണോ ഞാൻ ഈ ലോകം വിട്ട് പോകേണ്ടത്? ഒരു സ്വർഗമുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണോ, സ്വർഗവും നരകവുമില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണോ ഈ ലോകം വിട്ട് ഞാൻ പോകേണ്ടത്? മകളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ പിതാവ് പതറിപ്പോയി. അദ്ദേഹം പറഞ്ഞു, മോളുടെ അമ്മയുടെ വിശ്വാസത്തോടു കൂടെ കടന്നുപോയിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്തം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അന്തമെന്താ ചിന്ത ചെയ്യുക. സോദരാവേരം എന്ന ഗാനം വേട്ടമല ഫിലിപ്പോസ് വസിക്കാൻ വിരചിതമായത് തുടർന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. അന്തമെന്താ ചിന്ത ചെയ്യുക സോദരാവേഗം, അധികവാസമേഹത്തിലില്ലേ ഒടുവിലെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദരാവേഗം, അധികവാസമേഹത്തിലില്ലേ ഒടുവിലെന്താകും? പാപം ചെയ്തു കാലമെല്ലാം പാഴിലാക്കിയ ഇന്നു നിന്റെ നാഥൻ അന്തമെന്താകും? പാപം ചെയ്തു കാലമെല്ലാം പാഴിലാക്കിയ ഇന്നു നിന്റെ നാഥൻ അന്തമെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദരാവേഗം,
അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദരാവേഗം. അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്രയിപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്രയിപ്പോൾ ഒടുവിലെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദരാവേഗം. അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? ഭൂലോകത്തെക്കാളധികം വിലയുള്ളതിൻ്റെ, ഭൂലോകത്തെക്കാളധികം വിലയുള്ളതിൻ്റെ ആത്മാവിനെ കരുതിടായി ഒടുവിലെന്താകും? ആത്മാവിനെ കരുതിടായി ഒടുവിലെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദരാവേഗം. അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? പൊന്നിനെക്കാളും വളരെ തങ്കത്തെക്കാളും, പൊന്നിനെക്കാളും വളരെ തങ്കത്തെക്കാളും വിലമതിക്കാം മധുരമാണ് വേദപ്രമാണം. വിലമതിക്കാം മധുരമാണ് വേദപ്രമാണം. അന്തമെന്താ ചിന്ത ചെയ്യുക സോദരാവേഗം. അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? അധികവാസമേഹത്തിൽ ഒടുവിലെന്താകും? ഫിനീഷ്യക്കാരാണ് ക്രൂശ് മരണശിക്ഷാവിധി കണ്ടുപിടിക്കപ്പെടുവാനിടയായത്. ഈജിപ്തുകാരും റോമാക്കാരും അത് പിന്തുടർന്ന് അതിനെ വിശാലമാക്കി. നിന്ദ്യമായ മരണമായിട്ടാണ് ക്രൂശ് മരണം കാണപ്പെട്ടിരുന്നത്. ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും അടിമകൾക്കും മാത്രമേ ക്രൂശ് മരണം നൽകിയിരുന്നുള്ളൂ. ടി ആകൃതിയിലുള്ള ക്രൂശ് ഉണ്ടായിരുന്നു. എക്സ് ആകൃതിയിലുള്ള ക്രൂശ് ഉണ്ടായിരുന്നു. റെഡ് ക്രോസിന്റെ ചിഹ്നത്തിന്റെ രൂപത്തിലുള്ള ക്രൂശും ഉണ്ടായിരുന്നു. ഇതിൽ ലാറ്റിൻ ക്രൂശിലാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അതിന് 4 ഭുജങ്ങൾ അതിനുണ്ടായിരിക്കും. താഴേക്കുള്ള ഭുജത്തിന് നീളം കൂടുതലായിരിക്കും. 3 ആണികളിലാണ് ക്രൂശിക്കുന്നത്. പലപ്പോഴും ക്രൂശിക്കപ്പെടുന്ന ആളുകൾ ദിവസങ്ങളോളം ക്രൂശിൽ കിടന്നായിരിക്കും മരിക്കുക. അവർ
ക്രൂശിൽ കിടന്ന് മരിക്കുന്ന ആളുകൾ ശ്വാസം കിട്ടാതെ ആണ് മരിക്കുക. അങ്ങനെ ശ്വാസം അവർക്ക് അല്പം കിട്ടാൻ വേണ്ടിയാണ് കാലൊരൽപ്പം വളച്ചു വെച്ച് ക്രൂശിക്കുന്നത്. ആ കാലിൽ കുത്തി അല്പം പൊങ്ങി ശ്വാസം വിട്ടുകൊള്ളട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആള് മരിക്കുന്നില്ലെങ്കിൽ പടയാളികൾ അവർ കാലൊടിക്കുമായിരുന്നു. ക്രൂശിൽ കിടക്കുന്നവിടെ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ഈ ആളിനെ കുത്തി ഉയരാനോ ശ്വാസം വിടാനോ കഴിയില്ല. ശ്വാസം വിലങ്ങി ആള് മരിക്കുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന മുമ്പായിട്ട് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നതിനാൽ ആണ് എന്ന് നമുക്ക് കരുതാം യേശുക്രിസ്തു ദിവസങ്ങളോളം കിടക്കുവാൻ ഇടയായി തീർന്നില്ല. യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് യേശുവിന് കുടിക്കാൻ കൊടുത്തു. കണ്ടിവെണ്ണ ഗൊൽഗൊഥ മലയുടെ അടിവാരത്ത് വളരുന്ന ഒരു മയക്കുമരുന്ന് ചെടിയാണ്. അതിന്റെ വേര് ഇടിച്ചു പിടിഞ്ഞ് വീഞ്ഞിൽ കലർത്തി സ്പോഞ്ചിൽ മുക്കി യേശുവിന് കുടിക്കാൻ കൊടുക്കുകയായിരുന്നു. ക്രൂശിൽ കിടക്കുന്നയാൾ ആ ദിവ്യതയെ അനുഭവിക്കാതിരിക്കാൻ താഴെയുള്ള ഗ്രാമവാസികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടിവെണ്ണ കലർത്തി വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത്. യേശു കുടിക്കാൻ തയ്യാറായില്ല. ക്രൂശിൽ കിടന്ന് വേദന മുഴുവൻ സഹിച്ചുകൊണ്ട് യേശു മരിക്കുവാനിടയായി. ക്രൂശിൽ ഇടതും വശത്തും വലതുവശത്തും ഓരോ ദുഷ്പ്രവൃത്തിക്കാർ കിടന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ പറഞ്ഞു, യേശുവേ നീ മശിഹയെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു ദുഷ്പ്രവൃത്തിക്കാരൻ പറഞ്ഞത്, യേശുവെ അങ്ങ് രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശു അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് പക്ഷത്താണ്? ക്രൂശിന്റെ ഇടത്തും വലത്ത് കിടക്കുന്ന രണ്ട് ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരാളുടെ പക്ഷത്താണ് നമ്മൾ ഉള്ളത്. നമുക്കും യേശുവിനോട് പറയാം, യേശുവെ അവിടുന്ന് രാജ്യത്ത് പ്രാപിക്കാൻ പോയിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയാം. ഈ ലോകത്തിന്റെ രാജാവാകാൻ അവിടുന്ന് വേഗം മടങ്ങി വരും എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ മടങ്ങി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരോട് യേശു പറയും, ഇന്ന് നീയും എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. അത് ക്രൂശിൽ നിന്നും ഇന്നും ഒരു വിളി കേൾക്കുന്നു എന്നുള്ള പെട്ടവല ഫിലിപ്പോസ് സ്വദേശി രചിച്ച ഗാനം തുടർന്ന് നമുക്ക് കേൾക്കാമല്ലോ. ക്രൂശിൽ നിന്നും പാപിയെ നിൻ പേരു ചൊല്ലി ഇന്നുമൊരു വിളി കേൾക്കുമ്പോ ക്രൂശിൽ നിന്നും പാപിയെ നിൻ പേരു ചൊല്ലി ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാതുള്ളവരെ ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാതുള്ളവരെ സൗജന്യമായി രക്ഷ നൽകാൻ യേശു ഇതാ വിളിക്കുന്നു. സൗജന്യമായി രക്ഷ നൽകാൻ യേശു ഇതാ വിളിക്കുന്നു. ഇന്നുമൊരു വിളി കേൾക്കുന്നു. ക്രൂശിൽ നിന്നും പേരു ചൊല്ലി ഇന്നുമൊരു വിളി കേൾക്കുന്നു. പാപിയെ പേരു ചൊല്ലി ക്രൂശിൽ നിന്നും
ഭാരപ്പെടുവോ ആകവേ വന്ന ആശ്വസിക്കാൻ യേശുമാർവീ അധ്വാനിച്ച് ഭാരപ്പെടുവോ ആകവേ വന്ന ആശ്വസിക്കാൻ യേശുമാർവീ യേശുവിൽ നീ വിശ്വസിച്ച മകനാകാമുടൻ തന്നെ യേശുവിൽ നീ വിശ്വസിച്ച മകനാകാമുടൻ തന്നെ കാശുപോലും വിലയില്ല വിശ്വസിച്ചാലുടൻ രക്ഷ കാശുപോലും വിലയില്ല വിശ്വസിച്ചാലുടൻ രക്ഷ ഇന്നുമോരോ വിളി കേൾക്കുന്നു ക്രൂശിൽ നിന്നും പാപിയെ പേരു ചൊല്ലിത്താ ഇന്നുമോരോ വിളി കേൾക്കുന്നു ക്രൂശിൽ നിന്നും പാപിയെ പേരു ചൊല്ലിത്താ അധ്വാനിച്ച് ഭാരപ്പെടുവോ ആകവേ വന്ന ആശ്വസിക്കാം യേശുമാർവീ അധ്വാനിച്ച് ഭാരപ്പെടുവോ ആകവേ വന്ന ആശ്വസിക്കാം യേശുമാർവീ യേശുവിൽ നീ വിശ്വസിച്ച മകനാകാമുടൻ തന്നെ യേശുവിൽ നീ വിശ്വസിച്ച മകനാകാമുടൻ തന്നെ കാശുപോലും വിലയില്ല വിശ്വസിച്ച ഉടൻ രക്ഷ കാശുപോലും വിലയില്ല വിശ്വസിച്ച ഉടൻ രക്ഷ ഇന്നുമോരോ വിളി കേൾക്കുന്നു ക്രൂശിൽ നിന്നും പാപിയെ പേരു ചൊല്ലിത്താ ഇന്നുമോരോ വിളി കേൾക്കുന്നു ക്രൂശിൽ നിന്നും പാപിയെ പേരു ചൊല്ലിത്താ ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാതുള്ളവരെ ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാതുള്ളവരെ സൗജന്യമായ രക്ഷ നൽകാൻ യേശു ഇതാ വിളിക്കുന്നു സൗജന്യമായ രക്ഷ നൽകാൻ യേശു ഇതാ വിളിക്കുന്നു ഇന്നുമോരോ വിളി കേൾക്കുന്നു ക്രൂശിൽ നിന്നും പാപിയെ പേരു ചൊല്ലിത്താ ഇന്നുമോരോ വിളി കേൾക്കുന്നു ക്രൂശിൽ നിന്നും പാപിയെ പേരു ചൊല്ലിത്താ ക്രിസ്തീയ പ്രത്യാശ മരണത്തിനപ്പുറത്തേക്ക് നീളുന്നതാണ്. അത് ഒരിക്കലും ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്നതല്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വേഗം മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കലിൽ ചേർക്കും എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണെന്നാണ് ഭക്തന്മാരുടെ വിശ്വാസം. ആ ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് നമ്മളെ ചേർക്കുവാൻ തീർച്ചയായിട്ടും ഇടയായിത്തീരും. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ സങ്കടത്തോടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരുടെ മുൻപിൽ രണ്ട് സ്വർഗജീവികൾ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും എന്ന് പറയുവാനിടയായി. ആ സുവിശേഷ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ വിവിധ രാജ്യങ്ങളിലേക്ക് പോയത്. വിവിധ കഷ്ടങ്ങൾ അവർ സഹിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കഷ്ടങ്ങളൊക്കെ അതിജീവിക്കുന്ന തേജസ്സിന്റെ നിത്യഘനം ദൈവം എനിക്ക് തരുമെന്ന് അവരെല്ലാം വിശ്വസിച്ചിരുന്നു. ആ ഒരു വലിയ പ്രത്യാശയാണ് ദൈവവൈതലിനെ മുൻപോട്ട് നയിക്കുന്നത്. പ്രത്യാശ കടലിന് ഒരു നങ്കൂരമാണ്. സ്തോത്രം. പ്രത്യാശ അവൻ കൊടും കാറ്റിൽ ഒരു ലൈഫ് ബോട്ടാണ്. ആ പ്രത്യാശയുടെ ജീവിതമാണ് ദൈവവൈദ്യങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നും അത് വേഗം ആമേൻ തീരുമെന്നും അവർ വിശ്വസിക്കുന്നതാണ്. ലോകപ്രശസ്തമായ ഒരു ചിത്രം നമ്മൾ ആമേൻ കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. താഴെക്കൂടെ പതഞ്ഞൊഴുകുന്ന അതിശക്തമായി ഒഴുകുന്ന ഒരു നദി. ആ നദിയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചില്ല. ആ ചില്ലയിലിരുന്ന് ഒരു പക്ഷി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ ഒന്നും അവിടെ ഇല്ലെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വേണമെങ്കിൽ ഈ പക്ഷിയോട് ചോദിക്കാം, അല്ലയോ പക്ഷി, താഴെ കൂടെ പതഞ്ഞൊഴുകുന്ന ഈ കുത്തൊഴുക്ക് നീ കാണുന്നില്ലേ? മുകളിൽ വീണ്ടും പെയ്യാൻ ആമൻ കൂട് കെട്ടിയിരിക്കുന്ന കാർമേഘങ്ങൾ നീ കാണുന്നില്ലേ? നീ ഇരിക്കുന്ന വൃക്ഷത്തിന്റെ ചില്ല ദുർബലമാണ് എന്ന് നീ അറിയുന്നില്ലേ? നല്ല കാറ്റടിക്കുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? പക്ഷി പറയും, വലിയ മഴ പെയ്യാൻ പോവുകയാണ് എന്ന് എനിക്കറിയാം, കാറ്റടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഈ വൃക്ഷത്തിന്റെ ചില്ല ഒരുപക്ഷെ ഒടിഞ്ഞു പോയേക്കാം, താഴെ കൂടെ വലിയ പുഴ പതഞ്ഞൊഴുകുന്നുണ്ടെന്നും എനിക്കറിയാം. എന്തെല്ലാം വന്നാലും ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പറന്നു പോകാൻ രണ്ട് ചിറകുകൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഇതുപോലെയാണ് പ്രത്യാശ. പ്രത്യാശയുടെ ചിറകുകൾ കൊണ്ട് ദൈവമക്കൾ ഒരിക്കൽ പറന്നു പോവുക തന്നെ ചെയ്യും. മരണമേ നിന്റെ ജയമെവിടെ? പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധന്മാർ പറന്നു പോകും. കല്ലറ എത്ര ബലമുള്ളതായിരുന്നു കൊള്ളട്ടെ, വിശുദ്ധൻ മരിച്ചിട്ട് യുഗങ്ങൾ എത്ര കഴിഞ്ഞുകൊള്ളട്ടെ, ഒരു ദിനം സകലതും ആമൻ തറക്കുന്ന അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിലേക്ക് പറന്നിറങ്ങി നമ്മളെ ശക്തമായി ഉയർത്തി ആകാശമണ്ഡലങ്ങളിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്തം നടത്തി എത്തിടുവതിൻ കാലം സമയമായി എന്ന വേട്ടമല ഫിലിപ്പോസ് സ്വദേശി രചിച്ച ഗാനം തുടർന്ന് നമുക്ക് പാസ്റ്റർ സാങ്കുട്ടി ജെയിംസിൽ നിന്ന് കേൾക്കാവുന്നതാണ്. സമീപമായി കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടനിൽ എത്തിടുവതിൻ കാലം സമീപമായി. മാറ്റോലി കേൾക്കുന്നു വേഗമൊരുങ്ങുക, ആരവാരത്തോടെ വാനിൽ പ്രിയൻ വരും. മാറ്റോലി കേൾക്കുന്നു വേഗമൊരുങ്ങുക, ആരവാരത്തോടെ വാനിൽ പ്രിയൻ വരും. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടനിൽ എത്തിടുവതിൻ കാലം സമീപമായി. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടനിൽ എത്തിടുവതിൻ കാലം സമീപമായി.
സുവിശേഷം നാടെങ്ങും ഘോഷിച്ചേ അക്കരെ നാട്ടിൽ ഭക്തരെ ചേർക്കുവാൻ. ജീവന്റെ സുവിശേഷം നാടെങ്ങും ഘോഷിച്ചേ അക്കരെ നാട്ടിൽ ഭക്തരെ ചേർക്കുവാൻ. തെരുവിലും മരുവിലും വഴിയിലും പുഴയിലും രക്ഷയിൽ സുവിശേഷം നാടെങ്ങും മുഴങ്ങുന്നു. തെരുവിലും മരുവിലും വഴിയിലും പുഴയിലും രക്ഷയിൽ സുവിശേഷം നാടെങ്ങും മുഴങ്ങുന്നു. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. ഇടയും പോയിട്ടും നാദശേഖരവും അയ്യോ ദൈവമേ രക്ഷിക്കപ്പെട്ടില്ലേ. ഇടയും പോയിട്ടും ഫലശേഖരവും അയ്യോ ദൈവമേ രക്ഷിക്കപ്പെട്ടില്ലേ. പരമാപിതാവേ കേട്ട നീ രക്ഷയിൽ തൂകൾ കേട്ടു നീ ഓടിക്ക. പരമാപിതാവിന്റെ കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. രക്ഷയിൽ തൂതുകൾ കേൾക്കാമെന്നു ചിന്തേ നീരച്ചിടേണ്ട. ഇനിയൊരു നാളതിൽ രക്ഷയിൽ തൂതുകൾ കേൾക്കാമെന്നു ചിന്തേ നീരച്ചിടേണ്ട. രക്ഷയെ ഘോഷിക്കും ഭക്തന്മാർ വാഗ്ദത്ത നാടതിലെത്തിയാൽ എങ്കില്ല സന്തോഷം. രക്ഷയെ ഘോഷിക്കും ഭക്തന്മാർ വാഗ്ദത്ത നാടതിലെത്തിയാൽ എങ്കില്ല സന്തോഷം. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. ഗാനങ്ങൾ വാനത്തിലെത്തിയ കാന്തനോടൊത്തു ഞാൻ പാടിടുമെന്നുള്ള ആനന്ദഗാനങ്ങൾ വാനത്തിലെത്തിയ കാന്തനോടൊത്തു ഞാൻ പാടിടുമെന്നുള്ള. നിത്യം കോപിച്ചിട്ടീ ലോകം വെറുത്തു ഞാൻ സർവേശ വരവ് നോക്കി ഞാൻ പാർക്കുന്നു. നിത്യം കോപിച്ചിട്ടീ ലോകം വെറുത്തു ഞാൻ സർവേശ വരവോ നോക്കി ഞാൻ പാർക്കുന്നു. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. പാട്ടോലി കേൾക്കുന്നു വേഗമൊരുങ്ങുക ആരവാരത്തോടെ വാനിൽ പ്രിയൻ വരും. പാട്ടോലി കേൾക്കുന്നു വേഗമൊരുങ്ങുക ആരവാരത്തോടെ വാനിൽ പ്രിയൻ വരും. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവ് യേശു ആരെയും കൈവിടുന്നതല്ല.
ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ അടുത്തേക്ക് ഒരു ചൂട് മനുഷ്യൻ വെച്ചാൽ 9 ചൂട് ദൈവം നമ്മുടെ അടുത്തേക്ക് വെക്കുന്നവനാണ്. ആരും സഹായമില്ലാത്തവർക്ക് യേശു സഹായകനാണ്. വരണ്ട കൈയും കുഴഞ്ഞ മുഴങ്കാലും നിർത്തുന്ന ഒരു നല്ല ദൈവം നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ ബലമുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞ കർത്താവ് ഈ സന്ധ്യയിൽ നമ്മളെ സൂക്ഷിക്കും, നമ്മളെ സഹായിക്കും. ആരും നിരാശപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. ആരെല്ലാം കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്ത ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എനിക്കൊരു തുണ നീയേ എന്നുള്ള ഗാനം തുടർന്ന് നമുക്ക് കേൾക്കാമല്ലോ. എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും അരുവിലെ വാസത്തിൽ, ദുരിതം നിറയും അരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ പ്രിയനേ,
സിംഹത്തിൻ ഗുഹയേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും സിംഹത്തിൻ ഗുഹയേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീടാതെ നിർത്തേണമേ എന്നെ വീടാതെ നിർത്തേണമേ വീടാതെ നിർത്തേണമേ എന്നെ വീടാതെ നിർത്തേണമേ എനിക്കൊരു തുണ നീയേ പ്രിയനേ എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ പ്രിയനേ എനിക്കൊരു തുണ നീയേ ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല ആശ്വസിപ്പാനൊരു ഇടവുമില്ല ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല ആശ്വസിപ്പാനൊരു ഇടവുമില്ല ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മന്നീരന്നാശ്വാസമാ എന്നും മന്നീരന്നാശ്വാസമാ മന്നീരന്നാശ്വാസമാ എന്നും മന്നീരന്നാശ്വാസമാ എനിക്കൊരു തുണ നീയേ പ്രിയനേ എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ പ്രിയനേ എനിക്കൊരു തുണ നീയേ ദുരിതം നിറയും മരുവിലൻ മാസത്തിൽ ദുരിതം നിറയും മരുവിലൻ മാസത്തിൽ എനിക്കൊരു തുണ നീയേ പ്രിയനേ എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ പ്രിയനേ എനിക്കൊരു തുണ നീയേ ദൈവത്തിന് മഹത്വം. ഒരിടത്ത് രണ്ട് യുവതികളായ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാർ വിദേശത്തായിരുന്നു. അവിടേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചു. എന്നാൽ സമയമായപ്പോൾ ഒരാൾക്ക് പോകാൻ അനുമതി ലഭിച്ചു, ഒരാൾക്ക് പോകാൻ അനുമതി ലഭിച്ചില്ല. അനുമതി ലഭിക്കാഞ്ഞതിൻ്റെ കാരണം അവളുടെ ഔദ്യോഗിക രേഖയിൽ അവളുടെ പേരിന് ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസമുണ്ടായി എന്നാണ്. ആ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം അവൾക്കറിയാമായിരുന്നു. അതിന് പരിഹാരം വരുത്തുവാനും തിരുത്തുവാനും വേണ്ടുവോളം സമയവും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അക്ഷരം മാറിപ്പോയത് പ്രശ്നമാവുകയില്ല എന്ന് അവൾ വിചാരിച്ചു. ആ ഒരു അക്ഷരത്തെറ്റ് തിരുത്താൻ അവൾ തയ്യാറാകാതിരുന്ന അക്ഷരത്തെറ്റ് അക്കരയ്ക്കുള്ള അവളുടെ യാത്രയെ മുടക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടവർ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ശുദ്ധവും ശുഭ്രവുമായ ശുദ്ധ വസ്ത്രം ധരിച്ച നിഷ്കളങ്കയായ ഒരു മണവാട്ടിയാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തെക്കാൾ കൂടുതൽ
കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനോടുകൂടെ പോകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വീടിനേക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമ്പത്തിനേക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഈ ഭൂമിയുള്ള രക്തബന്ധങ്ങളെക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് വേഗം വരും. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അനീതി ചെയ്യുന്നവരെ നോക്കി അവരെ കുറിച്ച് ആലോചിച്ച് സമയം കളയാൻ നമുക്കിനി ഇല്ല. അഴുക്കുള്ളവൻ അവരെ നോക്കി സമയം കളയാൻ നമുക്കിനി ഇല്ല. ആമേൻ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വീശുമുഖം യേശുവിന്റെ കരങ്ങളിലുണ്ട്. യേശു കളത്തെ മുറ്റും വെടിപ്പാക്കി പതിർ കെടാത്ത തീയിലിട്ട് കളയും, കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് കാലം അതിക്രമിച്ചു പോയി. വിശുദ്ധിയോടെ കർത്താവ് യേശുവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഏത് മനുഷ്യനെ രക്ഷിക്കുന്ന യേശുവിന്റെ ശുദ്ധരക്തം ഇന്നും കാൽവറിൽ നിന്നും സ്നേഹിത സഹോദര സഹോദരി, അനിയത്തിമാരെ അനിയന്മാരെ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്നുണ്ട്. നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയാക്കി മാറ്റാം എന്ന് പറഞ്ഞ കർത്താവ് യേശു നമ്മുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് തങ്കത്തിൽ നിന്നത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ജീവസ്തോത്തിൽ നമ്മുടെ പേരെഴുതി ചേർത്ത് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ വേർതിരിക്കുന്ന നല്ല വിലപ്പെട്ട ഒരു ഖനിയാക്കി നമ്മളെ മാറ്റുവാൻ ഇടയായിത്തീരും. ഈ സന്ധ്യയിൽ യേശുവിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് ഓടിച്ചെല്ലാം. വേട്ടമല ഫിലിപ്പോസ് സ്വദേശി രചിച്ച വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക എന്ന ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കാനുള്ള ഒരു നല്ല സന്ദർഭമായി ഇത് മാറട്ടെ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയം വരുവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയം വരുവതിൽ താമസമേറയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയം വരുവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയം വരുവതിൽ താമസമേറയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പലവ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പലവ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യങ്ങളോടടുത്ത് തുടങ്ങിയല്ലോ, രാജ്യങ്ങളോടടുത്ത് തുടങ്ങിയല്ലോ. ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയം വരുവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയം വരുവതിൽ താമസമേറയില്ല. താരങ്ങൾ തുടങ്ങിക്കൊണ്ടിവരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിലല്ലയോ. താരങ്ങൾ തുടങ്ങിക്കൊണ്ടിവരെ ജനം കണ്ണൂന്നിൽ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക്, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക്. ഒരുങ്ങിടാം. ബുദ്ധിമാന്മാർ പലം വീണിടും, ദൈവശക്തി രചിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടും,
ദൈവശക്തി ധരിച്ചവരോടിടും ലോകമോഹങ്ങൾ കവിരടക്കിയിരുന്ന ലോകമോഹങ്ങൾ കവിരടക്കിയിരുന്ന ഒരു വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം വരുവതി താമസമേറയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം വരുവതി താമസമേറയില്ല മേഘാരുടനായി വന്നിടും അതിനായിരം പേർക്കളിൽ സുന്ദരന മേഘാരുടനായി വന്നിടും അതിനായിരം പേർക്കളിൽ സുന്ദരന തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാ മാലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി മാലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി അണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ അണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാ ആകാശത്തിൻ ശക്തി ഇളകുന്ന ഭൂമിയെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൻ ശക്തി ഇളകുന്ന ഭൂമിയെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടും ജനം പേടിച്ചു നിർജീവരായിടും ഒരു നീടാ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം വരുവതി താമസമേറയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം വരുവതി താമസമേറയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നു തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നു ഒരുങ്ങിടാ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം വരുവതി താമസമേറയില്ല 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 ോളം ഗാനങ്ങൾ വേട്ടമല ഫിലിപ്പോസ് സ്വദേശി എഴുതിയിട്ടുണ്ട് എങ്കിലും അതിൽ ചിലത് മാത്രമാണ് ഈ സന്ധ്യയിൽ നമുക്ക് പാടാൻ ഇടയായത്. പ്രത്യാശയുടെ ഒരു ടൂണാണ് ഈ ഗാനങ്ങൾക്കെല്ലാമുള്ള ഒരു സമാനത. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി മാറാൻ കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാം. ക്രിസ്തുവിന്റെ ധീര പോരാളികൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിനായിട്ടുള്ള പാസ്റ്റർ ജേക്കബ് വർഗീസ് തുടർന്ന് കൃതജ്ഞത അറിയിക്കും. അതിനുശേഷമായിട്ട് IPC സഭയുടെ കുറവലങ്ങാട് സെൻട്രൽ സെക്രട്ടറി പാസ്റ്റർ ബാബു കെട്ടി പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ നമുക്ക് ഉപസംഹരിക്കാറുണ്ട്. ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല പകലിൻ്റെ വൈകിയ വേളയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ധീര പോരാളികൾ എന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്ക് വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന വേട്ടമല ഫിലിപ്പോസ് സ്വദേശിയുടെ അനുഗ്രഹിക്കപ്പെട്ട ഗാന സംരംഭങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില ഗാനങ്ങൾ ദൈവദാസന്മാർക്ക് ഇവിടെ ആലപിക്കാൻ ഇടയായിത്തീർന്നു. അത് കേട്ട നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും
അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രതികാല ഈ മീറ്റിംഗ് ഇവിടെ ലീഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഓരോ പാട്ടിൻ്റെയും അനുഭവങ്ങൾ എന്ത് എന്നുള്ളത് നമ്മളോട് വ്യക്തമായി അത് നല്ല രീതിയിൽ വിവരിച്ചു തന്ന പ്രിയ കൃത്യദാസൻ പാസ്റ്റർ സുനിൽ വേട്ടാമല അവരുകൾ കുറവിലങ്ങാട് സെൻറ്ററിൻ്റെ സെൻട്രൽ മിനിസ്റ്ററാണ്. അദ്ദേഹത്തോടുള്ള ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പാട്ടുകൾ ശ്രുതി മധുരമായ നിലയിൽ പാടി നമ്മളെ സഹായിച്ച അല്ലെങ്കിൽ നമ്മളോട് കൂടെ ആയിരുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ മാത്യുവിനോട് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. ഈ പാട്ടുകൾക്ക് ശ്രുതിമധുരമായ ഈണങ്ങൾ ഇട്ട് കീബോർഡ് വായിച്ചു നമ്മെ സഹായിച്ച പാസ്റ്റർ സാംകുട്ടി അവരോടുള്ള നന്ദി ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മൈക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തു തന്ന പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള പ്രിയ കർത്തദാസൻ പാസ്റ്റർ KT ബാബു കുറവിലങ്ങാട് സെൻറ്ററിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രത്യേക ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത എല്ലാ ശ്രോതാക്കൾക്കുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം പല ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഞങ്ങളോട് അതിന് നല്ല സഹകരണം കാണിച്ച ഗ്രൂപ്പുകളിൽ അതിടാൻ കാണിച്ച മനസ്സ് കാണിച്ച അഡ്മിന്മാരോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നാളുകളിൽ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നമുക്ക് ദൈവത്തിന്റെ നാമം ഉയർത്താം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിലായിരിക്കാൻ കർത്താവെന്ന ഭാഗ്യത്തിനായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ നല്ല സന്ധ്യയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നടത്തിയവരെ കുറിച്ചുള്ള ആ ഓർമ്മകൾ കർത്താവെ ഞങ്ങൾ പിന്നെയും പിൻപറ്റുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ പ്രിയ പെട്ടെന്നല്ലോ ഫിലിപ്പോസ് സ്വദേശി താൻ രചിച്ച ഗാനങ്ങൾ ഒരു പ്രാവശ്യം കൂടി വീണ്ടും കേൾക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അതൊക്കെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രയോജനമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ഉദ്യമത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദാസന്മാർക്കായ സ്തോത്രം. കർത്താവെ, കർത്താവദാസൻ സുനിൽ വേട്ടമല പാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കർത്താവ് ജോൺ പാസ്റ്ററായ സ്തോത്രം. സ്തോത്രം. അധ്വാനിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ, പിന്നെ ഈ ഗാനങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വളരെ ഉത്സാഹവും ആവേശമായി തീർത്തുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണ് കേട്ടോ. സ്തോത്രം. ക്രിസ്തുവേ യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.